പാറശാലയിൽ വീട് കുത്തിത്തുറന്ന മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5 പവനോളം സ്വർണ്ണാഭരണവും 80,000 രൂപയുമാണ് മോഷ്ടിച്ചത്. പരശുവയ്ക്കൽ പെരുവിളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സന്തോഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പാറശാല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മാനസ ചേരുകയാണ്. മാനസ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? നിലവിൽ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? അവിടെ കഴിഞ്ഞ ദിവസം ആണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതായി വീട്ടുകാർ അറിയുന്നത്. പരശുവയ്ക്കൽ പെരുവിളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സന്തോഷിന്റെ വീട്ടിലാണ് രൂപയും അതോടൊപ്പം തന്നെ 80,000 രൂപയും 5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയതായി അറിയുന്നത്. സന്തോഷിന്റെ കുടുംബം 25-ന് ബന്ധു വീട്ടിൽ പോയിരുന്നു. അതുകൊണ്ട് തന്നെ പെരുവിളയ്ക്കൽ വാടകയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനിടയിലാണ് വീട് കുത്തിത്തുറന്ന് മോഷ്ടാവ് മോഷണം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. വീടിന്റെ ജനൽ കമ്പി വളച്ച് അകത്തു കയറിയ നിലയിലാണ് മോഷണം നടന്നത് എന്നാണ് പ്രാഥമിക വിവരം. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയാണ് വീട്ടിലേക്ക് സന്തോഷും കുടുംബവും തിരിച്ചെത്തിയപ്പോഴാണ് അലമാരകൾ തുറന്ന നിലയിലും മറ്റും കണ്ട സാഹചര്യത്തിൽ ഇവിടെ മോഷണം നടന്നതായി കുടുംബത്തിന് വിവരം ലഭിക്കുന്നത്. അതോടൊപ്പം നടത്തിയ പരിശോധനയിലാണ് ഈ 5 പവനോളം സ്വർണ്ണാഭരണങ്ങളും 80,000 രൂപയും മോഷണം പോയതായി അറിയുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി പ്രാഥമിക പരിശോധന നടത്തി. പ്രാഥമിക പരിശോധനയിലും മോഷ്ടാവ് ജനൽ കമ്പി വളച്ച് അകത്തു കയറി ആണ് മോഷണം നടത്തിയത് എന്നാണ് ലഭിച്ച വിവരം. അതോടൊപ്പം തന്നെ പാറശാല പോലീസ് സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തുകയാണ്. തുടർന്നുള്ള അന്വേഷണങ്ങളൊക്കെയും നടക്കുകയാണ്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും രൂപയുമാണ് കാണാതായത്. ഇത്തരത്തിൽ മോഷണം നടക്കുന്ന വിവരം മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ ആളില്ലാത്ത സാഹചര്യം മനസ്സിലാക്കിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അറിയാൻ അല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ളവരോ അല്ലെങ്കിൽ സന്തോഷിന്റെ കുടുംബത്തെ അറിയുന്നവരോ ആയിരിക്കാം ഇത്തരത്തിൽ മോഷണം നടത്തിയത് എന്നും പോലീസ് നിഗമനത്തിലുണ്ട്.